അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഒരു പൊതുപരീക്ഷയെ നേരിടാൻ ഒരുങ്ങി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അറിയാം. നമുക്ക് ചരിത്രം, നമ്മുടെ ചരിത്ര ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ ഒറ്റ ഒരു നോട്ടത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചരിത്ര പാഠങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, 7ാം ക്ലാസ്സിലെ പുസ്തകം നമുക്കറിയാം. നമ്മളെ 5ാം ക്ലാസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചു. അതിന് ശേഷം നമ്മൾ ഖലീഫമാരുടെ ചരിത്രം പഠിച്ചു. അതുപോലെ അശറത്തുൽ മുബശ്ശിരീൻ്റെ ചരിത്രം പഠിച്ചു. മഹദികൾ, മാതൃകാ മഹദികളെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ 7ാം ക്ലാസ്സിലെ ബുക്കിൽ പഠിക്കാനുള്ളത് ഇസ്ലാമിക നാഗരികതയെ കുറിച്ചാണ്. അതായത് ഒരു സുവർണ കാലഘട്ടം, ഇസ്ലാമിന് ഇന്നുള്ള കാലഘട്ടത്തിലേറെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഉമവി, അബ്ബാസി കാലഘട്ടങ്ങളിൽ ഇസ്ലാം എത്രമാത്രം, അത് ശാസ്ത്രപരമായാലും അത് അല്ലാതെ വൈജ്ഞാനികമായാലും അത് എത്രമാത്രമാണെന്നുള്ളതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം പറയുന്നതിൻ്റെ ആകെ തുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ ഭാഗം നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്കറിയാം ഖുലഫാഉർ റാഷിദൂൻ്റെ പാഠങ്ങളാണ്. അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. അപ്പോൾ അവരുടെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. അതിനുശേഷം നമുക്ക് വന്നതാണ്, നമുക്കറിയാം, അതായത് ഉമവി കാലഘട്ടം. അതായത് ഡമസ്കസ് കേന്ദ്രമാക്കി ഒരു ഭരണ കേന്ദ്രം അന്നുണ്ടായി. ആ ഒരു സംഭവത്തിനാണ് ഉമവി കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം നേരെ പിന്നീട് വരുന്നത്, അതിനുശേഷം വന്നത് അബ്ബാസി ഖിലാഫത്താണ്. അതിൻ്റെ തലസ്ഥാനം, അതിൻ്റെ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ബഗ്ദാദാണ്. ഉമവി ഖിലാഫത്തിൻ്റെ ഡമസ്കസ് ആണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴും ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ്ട് ഒറ്റവാക്കിൽ ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. ഇനി നമുക്ക് ഉമവി കാലഘട്ടത്തിനെ പറ്റിയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമുക്കറിയാം, സ്ഥാപകനായ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ ക്യാപിറ്റൽ, ഭരണസിര കേന്ദ്രം ഡമസ്കസിലേക്ക് മാറ്റി. പിന്നെ നാവിക സേനകളൊക്കെ എന്താണ് അന്ന് രൂപീകരിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ അത് വികസിച്ച് വന്നത് നമുക്കറിയാം പടിഞ്ഞാറ് ആഫ്രിക്ക മുതൽ. ആഫ്രിക്കൻ്റെ മാപ്പ് നമുക്കറിയാലേ, ലോക മാപ്പിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ആഫ്രിക്ക വരിക, സൗദി അറേബ്യൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട്. പിന്നെ അതുമുതൽ ഇന്ത്യൻ രാജ്യങ്ങൾ വരെയും, പിന്നെ നമ്മളെ ഇന്ത്യൻ്റെ ഭാഗം വരെയാണ് എത്തിയത്. പിന്നെ വടക്ക് ഭാഗത്താണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ, നമുക്കറിയാം തുർക്കിയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശമൊക്കെ ബന്ധപ്പെട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു പ്രദേശം ഇസ്ലാമിന് അന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്കറിയാം, നമ്മുടെ ഫുട്ബോളിലൊക്കെ നമുക്ക് പരിചിതമായ സ്പെയിനിൽ വരെ ഇസ്ലാം എത്തപ്പെട്ടു. അന്ന് സ്പെയിനിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരനായ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ മൂപ്പരവിടെ, അബ്ദുറഹ്മാൻ അദ്ദാഖിൽ അവിടെ കോർദോവ അന്ന് സ്പെയിനിലൊരു സ്ഥലമാണ്, ഇന്ന് കോർഡോവ എന്നൊക്കെ അറിയപ്പെടും. അവിടെ 2.5 നൂറ്റാണ്ട് ഉമവി ഭരണകൂടം നീണ്ടുപോയി. 2.5 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും കാലം അവിടെ ഉമവി ഭരണം നടന്നു പോന്നു. ഒരു ഇസ്ലാമിക ഭരണമായ ഉമവി ഭരണകൂടം അവിടെ ഉണ്ടായി. പിന്നെ അതിനുശേഷം നമുക്കറിയാം, ആ ഉമവി കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനിയായ ഒരാളാണ്. നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് സ്ഥാപകൻ ആരാണ്? മുആവിയ റളിയല്ലാഹു അൻഹു. പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ഒരുപാട് സംഭാവനകളുണ്ട് അല്ലേ. നമുക്കറിയാം പാട്ട് അല്ലേ, അതായത് ഉണ്ടു സഖി ഒരു കുലം മുന്തിരി എന്ന് പറയുന്ന ആ പാട്ട് നമുക്കറിയാം. അതൊക്കെ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പ്രത്യേകിച്ച് സാമൂഹ്യ ക്ഷേമം അല്ലേ, ആളുകളെ നല്ല നിലക്ക് സഹായിക്കും. അവരെ എല്ലാ നിലക്കും, അവർക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്ക് വാർദ്ധക്യ പെൻഷനുകൾ നൽകി. അനാഥരെ സംരക്ഷിക്കാനുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. അതുപോലെ അംഗപരിമിതർ, അവർക്ക് എന്താണ് സർക്കാർ ചെലവിൽ എന്താണ് പല സഹായങ്ങൾ കൊടുത്തു. പിന്നെ അതുപോലെ ഭരണത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. അവരെ സ്വത്തുക്കൾ പൊതു ഖജനാവിലേക്ക് തിരിച്ചടപ്പിച്ചു. പ്രത്യേകിച്ച് എന്താണ് കുറേ
സാമ്പത്തികമായി ഒരുപാട് നേടിയെടുക്കുന്നവർക്ക് സക്കാത്തിൻ്റെ വഴിയിലൂടെ പലതും ഖജനാവിലേക്ക് തിരിച്ചടപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ പല ഭരണാധികാരികളും അതിൻ്റെ ഇടയിൽ നികുതികൾ നല്ല നിലക്ക് വാങ്ങിയിരുന്നു, നല്ലോണം നികുതികൾ വാങ്ങിയിരുന്നു. അതൊക്കെ പാവപ്പെട്ടവർക്ക് നമുക്കറിയാം, അങ്ങനത്തെ നികുതിയൊക്കെ കൊടുത്താൽ പാവപ്പെട്ടവരാകെ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നികുതികളും വെട്ടിക്കുറച്ചു. പിന്നെ അതുപോലെ തന്നെ വൈജ്ഞാനികമായി അന്ന് ഇമാം ഷിഹാബുദ്ദീൻ സുഹരിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹദീസ് ക്രോഡീകരണത്തിന് തുടക്കം കുറിച്ചു. അപ്പം ഹദീസ് ക്രോഡീകരണത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം ഏൽപ്പിച്ചത് ഇമാം ഷിഹാബുദ്ദീൻ സുഹരിയായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉമവി കാലഘട്ടത്തിൻ്റെ ഒരു ചുരുക്കം നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കടക്കാനുള്ളത് അബ്ബാസി ഖിലാഫത്താണ്. അതായത് ബഗ്ദാദ് തലസ്ഥാനമാക്കി വന്ന ബഗ്ദാദ് എന്ന് പറയുന്ന അതായത് നമ്മളെ ഇന്നിപ്പോൾ യുദ്ധം നടക്കണം നമുക്കറിയാം അല്ലേ, ഇറാനുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ബഗ്ദാദ്. അവിടെ തലസ്ഥാനമാക്കി കൊണ്ടുവന്ന ഒരു ഇസ്ലാമിക ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അതിൽ സ്ഥാപകൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ലെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അബു അബ്ബാസ് അസ്സഫാഹ് ആണ്. അബു അബ്ബാസ് അസ്സഫാഹ്. അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ഇവിടെ പറയുന്നുണ്ട് അബുൽ അബ്ബാസ് അസ്സഫാഹ്, ഹാറൂൺ റഷീദ്, അൽ മഅ്മൂൻ. ഇവരാണ് അബ്ബാസി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. പിന്നെ അതുപോലെ തന്നെ അന്നുണ്ടായ ഭരണപരിഷ്കാരങ്ങൾ, അവർ ഭരണത്തിൽ കൊണ്ടുവന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, കൃത്യമായ വകുപ്പ് വിഭജനം. പ്രത്യേകിച്ച് എന്താണ്, ഓരോ ആളുകളെ ഓരോ വകുപ്പുകൾ അവർക്ക് കൃത്യമായി നൽകി വിഭജിച്ചു കൊടുത്തു. ഒരാൾ എടുത്താലുള്ള പ്രയാസം, കുറേ വലിയൊരു നാടിൻ്റെ പണി മുഴുവൻ ഒരാളെടുത്താൽ നമുക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ വിഭജിച്ച് നൽകി. അതുപോലെ തന്നെ മന്ത്രിമാരെ നിയമിച്ചു, ഓരോ വകുപ്പിനും മന്ത്രിമാരെ നിയമിച്ചു. അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ വന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഒരു അടിസ്ഥാന സൗകര്യം അതുവരെ ഇല്ലാത്തൊരു കൃത്യമായൊരു സംവിധാനം, അതും അന്നത്തെ കാലത്ത് ഒരു കനാൽ നിർമ്മിച്ചു അല്ലേ. അന്നത്തെ ഒരു സുബൈദ കനാൽ മക്കയിലാണ് നിർമ്മിച്ചത്. അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ഒരു കനാൽ നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? കനാലിൻ്റെ ഉദ്ദേശം എന്താണ്? ജലസേചന ശൃംഖലകൾ അല്ലേ, അതായത് അവിടെ കൃഷികൾ നനക്കാനും ആ ഒരു ആവശ്യങ്ങൾക്കൊക്കെയായി സുബൈദ കനാൽ നിർമ്മിച്ചു. പിന്നെ അതുപോലെ തന്നെ അന്ന് നിർമ്മിക്കപ്പെട്ട മറ്റൊരു ചരിത്രപരമായൊരു കെട്ടിടം, ഒരു അറിവിൻ്റെ ഒരു കേന്ദ്രമാണ് ബൈത്തുൽ ഹിക്മ. അതിൻ്റെ രൂപം മാത്രമാണ്, അതിൻ്റെ കൃത്യമായ ചിത്രങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല. ബൈത്തുൽ ഹിക്മ അത് താർത്താരികളെ കാലത്ത്, അതായത് ജംഗീസ് ഖാൻ്റെ പട്ടാളമൊക്കെ വന്നാണ്ട് ഒരു സംഗതി തകർക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ബൈത്തുൽ ഹിക്മ ഈ അബ്ബാസി കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു സാധനമാണ് ബൈത്തുൽ ഹിക്മ. അവിടെ ലോകത്തിലെല്ലാ വിജ്ഞാനികളും ഈ ഒരു അറബ് നാടിൽ ഒരു ഇസ്ലാമിക നാട്ടിൽ വന്നാണ്ട് ലോകത്തുള്ള വിജ്ഞാനികൾ മുഴുവൻ ഈ ബൈത്തുൽ ഹിക്മയിൽ എത്തി. പ്രത്യേകിച്ച് ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ, ഈ നമ്മുടെ നാട്ടിലെ വിജ്ഞാനികൾ പോലും ഈ ബൈത്തുൽ ഹിക്മയിൽ അന്ന് എത്തപ്പെട്ടു. അതുപോലെ ഗ്രീസും റോമും ഒക്കെ നമുക്കറിയാം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് അറിവിൻ്റെ മേഖലയിൽ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ മേഖലകൾ ഇതൊക്കെയാണ്: ഗണിതം, ഗോളശാസ്ത്രം. നമുക്ക് നല്ല ഇഷ്ടമുള്ള വിഷയമാണ് അല്ലേ ഗണിതം. പിന്നെ ഗോളശാസ്ത്രം, ജിയോഗ്രഫി, അതായത് നമ്മളെ ഭൂമിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിനാണ് ഗോളശാസ്ത്രം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് അൽ ഖവാരിസ്മി, അൽ ബിറൂനി എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും രസതന്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലെ ഇബ്നു സീനനെ പോലത്തെ ആളുകൾ. ഇബ്നു സീനൻ്റെ ബുക്കുകളൊക്കെ ഇന്നും വലിയ വലിയ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കുന്ന ബുക്കാണ് ഇബ്നു സീനൻ്റെ കാനൂൻ ഫി തിബ്, കാനൺ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന ബുക്ക്. അതുപോലെ ജാബിർ ബിൻ ഹയ്യാൻ്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വളരെ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. ആൽജീബ്ര, അതുപോലെ തന്നെ ആൽജീബ്ര ഇന്ന് നമുക്കറിയാം AI പോലത്തെ സാധനങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനം പാകിയത് അന്നത്തെ കാലത്തെ വലിയ പണ്ഡിതന്മാരാണ്.
അതിൻ്റെ അൽഗോരിതം കാര്യങ്ങളൊക്കെ അതിൽ അന്നത്തെ അബ്ബാസി കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് പ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനിയായിരുന്നു അൽ കിന്ദി. ഇതുപോലെ അറബ് ലോകത്ത് മാത്രമല്ല എല്ലാവർക്കും ഇടയിലും അറിയപ്പെടുന്നതാണ് അൽ കിന്ദിയെക്കുറിച്ച്. പിന്നെ ഹാറൂൺ റഷീദാണ് ഈ ബൈത്തുൽ ഹിക്മൻ്റെ സ്ഥാപകൻ. പിന്നെ ഈ ലോകത്തിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറേ പണ്ഡിതന്മാർ ഒത്തുചേരുന്നൊരു സ്ഥലമായിരുന്നു ബൈത്തുൽ ഹിക്മ. പിന്നെ അതുപോലെ തന്നെ അന്നുണ്ടായ അബ്ബാസി കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യം പല നിലക്കും തകർന്നടിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുരിശ് യുദ്ധങ്ങൾ പല നിലക്കുണ്ടായി. എന്നാലും സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് പോലത്തെ പല സ്ഥലങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അഭിമാനം വീണ്ടും വാനോളം ഉയർത്തി. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്, മുസ്ലിങ്ങളോടുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ അത്രക്കും ആളുകളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പിന്നെ അന്നിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഈ അബ്ബാസി കാലഘട്ടത്തിൽ ഈ അബ്ബാസികളെ തകർക്കാൻ വേണ്ടിയാണ് അന്നുണ്ടായിരുന്ന മറ്റൊരു പ്രയാസം. ഒന്ന് ഉണ്ടായിരുന്നത് കുരിശുദ്ധം, രണ്ടാമത് മംഗോളിയന്മാരുടെ ആക്രമണം. അതായത് ജംഗിസ് ഖാൻ്റെ ആളുകൾ ഒക്കെ കൂടിയാണ്ട് എന്താക്കി ഈ ബഗ്ദാദ് തകർത്തു. ചില രേഖകളിലൊക്കെ കാണാം നമ്മളെ ഈ ബൈത്തുൽ ഹിക്മയൊക്കെ തകർത്ത് അതിലെ ഗ്രന്ഥങ്ങൾ കടലിൽ ഇട്ടപ്പോൾ അതിൽ നിറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ കടക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ മുകളിൽ കൂടെ ജംഗീസ് ഖാൻ്റെ പട്ടാളങ്ങൾക്ക് പോകാനുള്ള അത്രമാത്രം കട്ടിയിലുള്ള പുസ്തകങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതുപോലെ കടലിൻ്റെ നിറം മാറി, മഷികൾ ഒഴുകിയാണ്ട് കടലിൻ്റെ നിറം മാറി എന്നൊക്കെ പറയപ്പെടുന്ന ചരിത്രങ്ങളുണ്ട്. എത്രമാത്രം കൃത്യമാണെന്ന് അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കാം അതിൻ്റെ ഒരു ഭീകരത. അന്നത്തെ അത്രയും വലിയ സാധനം നശിപ്പിക്കാൻ ഇവർ ചെയ്ത ഒരു ആക്രമണം എത്രമാത്രം വലുതാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ ഈ നമുക്കറിയാം ഉമവി ഭരണകൂടം, അബ്ബാസി ഭരണകൂടം, പിന്നെ ശേഷം വരുന്ന ഒരു ഭരണകൂടമാണ് ഉസ്മാനിയ ഭരണകൂടം. ഇതും വളരെ ഒരു വലിയൊരു സാമ്രാജ്യം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അതും കൂടുതൽ ഇതിൻ്റെ ഇവരിൽ നിന്ന്, അതായത് ഈ മംഗോളിയന്മാരുടെ നിന്നും ഈ നാടുകൾ തിരിച്ചു പിടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദുൽ ഫാത്തിഹ്. അദ്ദേഹം ഇസ്താംബൂൾ, ഇന്നത്തെ തുർക്കിയുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം പിടിച്ചടക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, അതായത് ഇസ്ലാമിൻ്റെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കുന്ന കർമ്മയായാലും ഹദീസാണെങ്കിലും തഫ്സീറാണെങ്കിലും അതിൻ്റെ ഒക്കെ കൃത്യമായ എഴുതപ്പെട്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് ഈ ഒരു കാലത്താണ്. അപ്പം ഈ പ്രധാന കാലഘട്ടത്തിൽ വന്ന 3 ഇസ്ലാമിക വിജ്ഞാനങ്ങളെ പറ്റിയാണ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാനുള്ളത്. അത് 1 നമുക്കറിയാം കർമ്മശാസ്ത്രം, 2 ഹദീസ്, 3 തഫ്സീർ. പിന്നെ അടുത്തൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഏതായാലും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന പണ്ഡിതന്മാർ, അവർ സംഗതിക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ കർമ്മശാസ്ത്രത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം അബു ഹനീഫ. ഹിജ്റ 90 ജനിച്ചു. അതുപോലെ ഹിജ്റ 150 വരെയാണ് ജീവിച്ചത്. മുഴുവൻ പേര് നുഅ്മാൻ ബിൻ സാബിത്ത്. ജനനം ഹിജ്റ 90 നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂഫയിലാണ് ജനിച്ചത് കേട്ടോ. കൂഫ, ബസ്ര നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ ഇറാഖിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഫിഖുഹുൽ അക്ബർ, ഫിഖുഹുൽ അസ്ഗർ, മുസ്നദു അബി ഹനീഫ. ഇതിൽ ഫസ്റ്റത്തെ 2 ഫിഖ്ഹി ഗ്രന്ഥമാണ്, മൂന്നാമത്തേത് ഹദീസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്. പിന്നെ ഇമാം അബു ഹനീഫ മരിച്ചത് ഹിജ്റ 150 കൂഫയിൽ വെച്ച് തന്നെയാണ് മരിച്ചതും. ഇനി രണ്ടാമത്തെ പണ്ഡിതൻ നമുക്ക് പഠിക്കാനുള്ളത് ഇമാം മാലിക് റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാലിക് ബിൻ അനസ് എന്നാണ് മുഴുവൻ പേര്. ഹിജ്റ 93 മദീനയിലായിട്ടാണ് ജനിച്ചത്. മദീനയിലെ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അൽ മുവത്ത,
അൽ മുദവ്വനത്തുൽ കുബ്ര, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. പിന്നെ മരണം വരുന്നത് ഹിജ്റ 179 മദീനയിൽ വെച്ചാണ് മരണം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇമാം ഷാഫി റഹിമഹുള്ളയെ പറ്റിയാണ്. മുഴുവൻ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. ജനിച്ചത് ഹിജ്റ 150 ഫലസ്തീനിലെ ഗസ്സ അല്ലേ, ഫലസ്തീൻ നമുക്കറിയാം, ഗസ്സയും നമുക്ക് കേട്ട് പരിചയ സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് ഇമാം ഷാഫി ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥം അർ റിസാല, കിതാബുൽ ഉമ്മ്, മുസ്നദു ഷാഫി, പിന്നെ അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമുൽ ആളം എന്നൊക്കെ പറയപ്പെടുന്നത് ഇമാം ഷാഫിയെ കുറിച്ചാണ്. പിന്നെ മരണം ഹിജ്റ 204 ഈജിപ്തിൽ വെച്ചാണ് മരിച്ചത്. ജനിച്ചത് ഫലസ്തീനിലും മരിച്ചത് ഈജിപ്തിലുമാണ്. അടുത്തത് നാലാമത്തെ അവസാനത്തെ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുഴുവൻ പേര് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ. ജനനം ഹിജ്റ 164 ബഗ്ദാദിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥം മുസ്നദ് അഹ്മദാണ്. മരിച്ചത് ഹിജ്റ 241 ബഗ്ദാദിൽ വെച്ചാണ് മരണം. അപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറ്റി നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാനുള്ളത് തെക്ലീദിനെ കുറിച്ചാണ്. എന്താണ് തെക്ലീദ്? ഒരു പ്രവണതയാണ്. അതായത് നമ്മൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറ്റി പഠിച്ചു. ഇതിലേതെങ്കിലും ഒരു പണ്ഡിതനെ അന്ധമായി അനുകരിക്കുക, ഒന്നും നോക്കാതെ അയാൾ പറഞ്ഞതാണ് ശരി. ഇപ്പോൾ ഒന്നെങ്കിൽ ഇമാം ഷാഫി, ഞാൻ ഷാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാണ്ട് ഇമാം ഷാഫി റഹിമഹുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ഒന്നും നോക്കാതെ, അതിൻ്റെ ശരി തെറ്റുകൾ നോക്കാതെ ഒരാളെ മാത്രം അനുകരിക്കുന്നതിനാണ് നമ്മൾ തെക്ലീദ് എന്ന് പറയാം. നമുക്കറിയാം, ഇസ്ലാമികപരമായി ഒരു കർമ്മശാസ്ത്ര രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരാളെ അന്ധമായി പിന്തുടരാൻ പാടില്ല. നമുക്കറിയാം, 4 പണ്ഡിതന്മാരും 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ്. 4 ആളെയും നമ്മൾ ഒരേപോലെ അംഗീകരിക്കണം. ഏതൊരാളാണോ ഓരോ വിഷയത്തിലും ഓരോ പണ്ഡിതന്മാർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ ആരുടെ അഭിപ്രായമാണോ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ച് വരുന്നത്, ആ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ചിലപ്പം ഇമാം ഷാഫീൻ്റെതാവും നല്ലത്, ചിലപ്പം ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെതാവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഏത് ഇമാമിൻ്റെതാണോ ഓരോ വിഷയത്തിലും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ തോന്നുന്ന നല്ലതല്ല, ഖുർആനിനോടും ഹദീസിനോടും യോജിച്ച് വരുന്ന നിലപാട് ആരെടുത്താണോ കൂടുതൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കലും അന്ധമായി ഒരു പണ്ഡിതനെയും അനുകരിക്കരുത്. ഇത് പ്രത്യേകമായി ആ പണ്ഡിതന്മാർ തന്നെ ഈ നമുക്ക് പഠിപ്പിച്ച 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും അവരെ അന്ധമായി അനുകരിക്കരുതെന്ന് പ്രത്യേകമായി അവരെന്നെ കർശനമായി വിലക്കിയതാണ്. അവരെന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ പിൽക്കാലത്ത് എന്തായി, ജനങ്ങൾ മദ്ഹബിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാക്കി ആകെ ടീമുകളായാണ്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ ചിലരെന്താണ് ഇടുങ്ങിയ ഒരു ചിന്താഗതി അവർ വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയേക്കാണ് പിന്നീട് പോയത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹദീസിനെ പറ്റിയാണ്. ഹദീസ് നമുക്കറിയാം, ഹദീസ് എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു അത്ഭുതമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി പറഞ്ഞത് ചെയ്തത് മൗനാനുവാദം, അല്ലെങ്കിൽ ഒന്നും പറയാതെ അനുവാദം കൊടുക്കുക എന്നുള്ളതിനാണ് മൗനാനുവാദം പറയാം. ഈ 3 കാര്യങ്ങളും കൂടിയതാണ് ഹദീസ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്കറിയാം, നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, പിന്നെ അതുപോലെ മൗനാനുവാദം, ഈ 3 കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഹദീസ്. ആ ഹദീസ് പിന്നെ അതിനൊരു സനദ് മത്തിന് പറഞ്ഞ 2 ഭാഗം ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഹദീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സനദ് എന്ന് പറഞ്ഞാൽ അതിൽ കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളുകളെ പേര് വരുന്ന വരി ഉണ്ടാവും. ആ ഭാഗത്തിനാണ് നമ്മൾ സനദ് എന്ന് പറയാം. നിവേദക പരമ്പര, ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. നമ്മളിങ്ങനെ ആലോചിക്കും, എന്തിനാ ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ പേരൊക്കെ ഹദീസിൽ ഇങ്ങനെ പറയണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹദീസ് എത്രമാത്രം സ്വീകാര്യം ആണെന്ന് നോക്കാൻ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. കാരണം
അതിൽ നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ നോക്കിയാൽ നമുക്ക് എന്താണ് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഹദീസിൻ്റെ രണ്ടാമത്തെ ഒരു കഷ്ണമാണ് മത്ന് എന്ന് പറയുന്നത്. മത്ന് എന്ന് പറഞ്ഞാൽ ആ ഹദീസിലെ പ്രധാനപ്പെട്ട ഭാഗം, അതിൻ്റെ മെയിൻ ഭാഗം, ആ പറഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉണ്ടാവും എന്താണ് ഇന്നമല അമാലു ബിന്നിയ. അതെന്താണ് ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നമല അമാലു ബിന്നിയ എന്ന് പറയാം. അപ്പോൾ ആ ഇന്നമല അമാലു ബിന്നിയ എന്ന് പറയുന്ന ഭാഗത്തിലാണ് നമ്മൾ എന്ത് പറയാം മത്തിന്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാം. പിന്നെ ഇങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് എന്ത് നമ്മൾ സ്വഹീഹായ ഹദീസ് അല്ലേ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസിന് നമ്മൾ എന്ത് പറയും സ്വഹീഹ് എന്ന് പറയും. അതുപോലെ സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകൾ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരയിൽ ആ നിവേദക പരമ്പര ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ പോരായ്മയുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ഹദീസുകളെ നമ്മൾ എന്ത് പറയും സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകളെ നമ്മൾ എന്ത് പറയും ദുഈഫ് എന്ന് പറയും. അപ്പം ഇതാണ് ഹദീസുമായി ബന്ധപ്പെട്ടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ക്ലിയറായി ഫിൽട്ടർ ചെയ്ത് വരുന്ന സാധനമാണ് ഹദീസുകൾ അല്ലേ. നബിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ എന്താണ് ഇന്ന് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു രീതിയിലൂടെയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളുടെ പണ്ഡിതന്മാരാണ്. നമുക്കറിയാം ജാമിഉ സിഹാഹു സിത്ത അല്ലേ, സിഹാഹു സിത്ത 6 പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഹദീസിലെ 6 പ്രധാന ഗ്രന്ഥങ്ങളാണ്. അവ രചിച്ച ആളുകളുടെ പേരാണ്. ഒന്ന് നമുക്കറിയാം ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, ഇവരുതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇവർ പേരും ഒരേപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ഒരേപോലെ ഒരു മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് നമ്മളെന്താ പറയാം എന്താണ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് എന്ന് നമ്മൾ പറയും. പിന്നെ അതുപോലെ അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ ഇവരൊക്കെയാണ് ബാക്കിയുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാർ. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഏതാണ് ഫസ്റ്റത്തെ ഹദീസ് ഗ്രന്ഥം ഏതാന്ന് പലപ്പോഴും ക്വിസുകൾക്കും മറ്റുള്ളതിനൊക്കെ പലപ്പോഴും ചോദിക്കണതാണ്. അപ്പോൾ നമ്മൾ സ്വഹീഹ് ഏതാ ബുഖാരി മുസ്ലിമാണെന്ന് വിചാരിച്ച് ഒരിക്കലും എഴുതരുത്. ബുഖാരിയും മുസ്ലിമും അല്ല, ഏതാണ് ഇമാം മാലിക് രചിച്ച അൽ മുവത്ത എന്ന ഗ്രന്ഥമാണ് ആദ്യമായി രചിച്ച ഹദീസ് ഗ്രന്ഥം. ഇനി നമുക്ക് ഈ പണ്ഡിതന്മാർ ഓരോരുത്തരുടെയും ജീവിത ചരിത്രങ്ങൾ നമുക്ക് നോക്കാം. ജീവിത ചരിത്രം നമുക്ക് നോക്കാം. ഇമാം ബുഖാരിൻ്റെ മുഴുവൻ പേര് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ജനിച്ചത് ഹിജ്റ 194 ഖുറാസാനിലെ ബുഖാറയിലാണ്. പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ സ്വഹീഹുൽ ബുഖാരി, അൽ ജാമിഉ സ്വഹീഹ്, അൽ അദബുൽ മുഫ്രദ്. പിന്നെ ഹിജ്റ 256 62-ാമത്തെ വയസ്സിലാണ് ഇമാം ബുഖാരി മരിച്ചത്. ഇനി നമുക്ക് അടുത്ത ഹദീസ് പണ്ഡിതൻ നമുക്കറിയാം ഇമാം മുസ്ലിം. മുഴുവൻ പേര് അബുൽ ഹസൻ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിനു നൈസാബൂരി. ജനനം ഹിജ്റ 204 ഖുറാസാനിലെ നൈസാബൂരിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥം സ്വഹീഹു മുസ്ലിം. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് കിതാബുൽ ഇലൽ എന്ന് ആ ഒരു ഗ്രന്ഥം ഹദീസുമായി ബന്ധപ്പെട്ടാണ്ട് ഹദീസിൽ ദുർബലമായ സാധനങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു പുസ്തകമാണ്. പിന്നെ മരിച്ചത് ഹിജ്റ 261 ഇമാം മുസ്ലിം മരിക്കുന്നത്. ഇനി അടുത്തത് ഇമാം തിർമിദി. മുഴുവൻ പേര് അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തിർമിദി. ജനനം ഹിജ്റ 209 തിർമിദിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ജാമിഉ തിർമിദി, അശമാഇലുൽ മുഹമ്മദിയ. മരണം വരുന്നത് ഹിജ്റ 279 ജന്മസ്ഥലമായ തിർമദിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. ഇനി അടുത്ത ഹദീസ് പണ്ഡിതനാണ് ഇമാം അബൂദാവൂദ്. മുഴുവൻ പേര് അബൂദാവൂദ് സുലൈമാൻ ബിനു അഷ്അസ് സജസ്താനി. ജനനം ഹിജ്റ 202 സജസ്താൻ പട്ടണത്തിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥം സുനനു അബൂദാവൂദാണ്. പിന്നെ മരണം ഹിജ്റ 275 ബസ്രയിൽ വെച്ചാണ് മരണം വരുന്നത്. ഇനി ഇമാം നസായി.
മുഴുവൻ പേര് അബു അബ്ദുറഹ്മാൻ ഷുഐബ് ബിൻ അലി അന്നസായി. ജനനം ഹിജ്റ 215 ഖുറാസാനിലെ നസ പട്ടണത്തിലാണ് ജനിച്ചത്. പ്രധാന ഗ്രന്ഥം സുനനു നസായി. പിന്നെ മരണം ഹിജ്റ 303 തൻ്റെ 89ാമത്തെ വയസ്സിലാണ് ഇമാം നസായി മരിക്കണത്. ഇനി അടുത്തത് ഇമാം ഇബ്നു മാജ. മുഴുവൻ പേര് മുഹമ്മദ് ബിനു യസീദ് ബിനു അൽ ഖുസ്സീനി. ജനനം ഹിജ്റ 207 ഖിസ്സീനിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട ഗ്രന്ഥം സുനനു ഇബ്നു മാജയാണ്. മരണം ഹിജ്റ 277 മരിച്ചത്. അപ്പോൾ ഈ 6 പേര്, ഈ 6 ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് സഹീഹു സിത്ത എന്ന് പറയുന്നത്. സഹീഹു സിത്ത, സഹീഹായ 6 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ സഹീഹായതാരതാണ്? ഇമാം ബുഖാരിൻ്റെതാണ്. 2ാം സ്ഥാനം ഇമാം മുസ്ലിമിൻ്റെതാണ്. ഇവരതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ളവരും സഹീഹിൽ ഉൾപ്പെട്ട, പിന്നെ ഇവരതൊക്കെ സഹീഹ് അല്ലാത്ത ഹദീസുകൾ പറയുന്ന ഗ്രന്ഥങ്ങളും ഉണ്ട്. പക്ഷേ ഈ 6 ഗ്രന്ഥങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട 6 ഗ്രന്ഥങ്ങളാണ്. സഹീഹു ബുഖാരി, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം സഹീഹുൽ ബുഖാരി, അല്ലെങ്കിൽ അൽ ജാമിഉ സഹീഹ് എന്നറിയപ്പെടുന്ന പുസ്തകം, പിന്നെ സഹീഹു മുസ്ലിം. പിന്നെ അടുത്തത് തിർമിദി, ഇമാമിൻ്റെ ജാമിഉ തിർമിദി എന്നതാണ് 3ാമത്തത്. 4ാമത്തത് ഇമാം അബൂ ദാവൂദിൻ്റെ സുനനു അബൂ ദാവൂദ് അല്ലെങ്കിൽ അബി ദാവൂദ് എന്ന് പറയുന്ന പുസ്തകമാണ്. പിന്നെ ഇമാം നസായിൻ്റെ സുനനു നസായിയാണ് അടുത്തത് വരുന്നത്. അതിനുശേഷം സുനനു ഇബ്നു മാജ. ഈ 6 ഗ്രന്ഥങ്ങളാണ് സഹീഹു സിത്ത. ഏതാണെന്ന് ചോദിച്ചാൽ സഹീഹു സിത്തൻ്റെ പുസ്തകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ 6 ഗ്രന്ഥങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഖുർആൻ തഫ്സീറുകളെ പറ്റിയാണ്. ഖുർആൻ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ പരിഭാഷ. നമ്മൾ മലയാള ഭാഷയിൽ നമുക്കറിയാം അറബി ഖുർആനിനെ പരിഭാഷപ്പെടുത്തേണ്ട മലയാളത്തിലുള്ളതുണ്ടാവും. അതിനാണ് നമ്മൾ തഫ്സീർ എന്ന് പറയാം. ഇത് മലയാളത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രധാനമായത് ഖുർആൻ അറബി ഭാഷയിലെ ഖുർആൻ അറബി തന്നെ പരിഭാഷപ്പെടുത്തിയ ഇതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തഫ്സീറുകൾ ഉണ്ടാവാനുള്ള കാരണം? തഫ്സീറുകൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറബി നാട്ടിൽ ആയിരുന്നു ഇസ്ലാം അവതരിച്ചത്. അവർക്കെല്ലാവർക്കും അറബി അറിയുമായിരുന്നു. അവർക്ക് ഒരു അതുപോലെ എപ്പോഴാണ് ഇറങ്ങിയത്, ഓരോ ആയത്തുകൾ ഏത് സന്ദർഭത്തിലാണ്, എന്തിനാണ് ഇറങ്ങിയത് എന്നൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അറിയുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇസ്ലാം അറബി നാടിൽ നിന്ന് തൊട്ട അടുത്തുള്ള അറബി സംസാരിക്കാൻ അറിയാത്ത, അറബി ഭാഷ അറിയാത്ത തൊട്ടടുത്തുള്ള നാടുകളിലേക്കും പോയി. ഇസ്ലാം അവിടേക്ക് എത്തിയപ്പോൾ അവർക്ക് കൃത്യമായി ഖുർആനിൻ്റെ ആശയങ്ങൾ ആകാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന്, അവർക്ക് ഖുർആനിനെ മനസ്സിലാക്കാൻ വേണ്ടി പരിഭാഷകൾ രചിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായത് അറബിയിലുള്ള ഖുർആൻ, അറബിയിൽ തന്നെ രചിച്ച ഖുർആൻ തഫ്സീറുകളാണ്, പരിഭാഷകളാണ്. ഇത് പരിഭാഷപ്പെടുത്തുന്നവരെ നമ്മൾ എന്ത് പറയും? മുഫസ്സിർ എന്ന് പറയും. മുഫസ്സിർ പരിഭാഷക്ക്, ഖുർആൻ പരിഭാഷയ്ക്ക് നമ്മൾ തഫ്സീർ എന്ന് പറയും, തഫ്സീറുൽ ഖുർആൻ എന്ന് പറയും. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്ന ആളെ നമ്മൾ മുഫസ്സിർ എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം ജസ്റ്റ് നോക്കാം. പ്രധാനപ്പെട്ട തഫ്സീർ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇമാമിങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഓരോരുത്തരെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബിയാണ് കേട്ടോ. സ്വഹാബിമാരുടെ കൂട്ടത്തിലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരാളാണ്. ജനനം മക്കയിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥത്തിൻ്റെ പേര് തഫ്സീർ ഇബ്നു അബ്ബാസ്. ജനിച്ചത് മക്കയിലാണെങ്കിൽ മരിച്ചത് തായിഫിലാണ്. ഇനി അടുത്തത് ഇമാം തൊബരി. ഇമാം തൊബരി ജനിച്ച സ്ഥലം തൊബരിസ്ഥാനിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം തഫ്സീറു തൊബരി. അതിന് മറ്റൊരു പേര് ജാമിഉൽ ബയാൻ, താരീഖു തൊബരി. മരണം
ബഗ്ദാദിലാണ്. അടുത്തത് ഇമാം റാസി, ഇറാനിലെ ത്വബിരിസ്ഥാനിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥം തഫ്സീറുൽ കബീർ, മറ്റൊരു പേരാണ് അതിൻ്റെ മഫാത്തിഹുൽ ഗൈബ്. മരിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ്, ഹിയറാത്ത് അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശമാണ്. അവിടെ വെച്ചാണ് ഇമാം റാസി മരണപ്പെടുന്നത്. ഇനി അടുത്തത് ഇമാം ഇബ്നു കസീർ. ഇബ്നു കസീറും വളരെ പ്രസിദ്ധമായൊരു മുഫസ്സിറാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. ഡമസ്കസിലെ മിജ്ദൽ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം തഫ്സീറുൽ ഖുർആനിൽ അദീം എന്ന് പറയുന്ന തഫ്സീർ ഗ്രന്ഥമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ മറ്റൊരു ചരിത്ര ഗ്രന്ഥം കൂടിയുണ്ട്, അൽ ബിദായത്തു വന്നിഹായ എന്ന് പറയുന്നത്. മരണം ഡമാസ്കസിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇതല്ലാതെ പല ഖുർആൻ മുഫസ്സിറുകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം പോലെ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റു തഫ്സീറുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചു. മറ്റു തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ ഇവർ മാത്രമല്ല, ഇനിയും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇമാം സമഖ്ശരി, ബൈളാവി, നൈസാപൂരി, ആലൂസി, ഷൗക്കാനി, സയ്യിദ് റഷീദ് റിള. നമ്മളെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തിലെ തഫ്സീറുൽ മനാർ, ഇതാണ് സയ്യിദ് റഷീദ് റിള രചിച്ച തഫ്സീറുൽ മനാർ. നമ്മളെ വീട്ടിലൊക്കെ അൽമനാർ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു തഫ്സീറിൽ നിന്ന് പ്രചോദനമായിട്ടാണ് അതൊക്കെ നമ്മൾ മാസികക്ക് പേരൊക്കെ ഇടുന്നത്. അപ്പോൾ സയ്യിദ് റഷീദ് റിളൻ്റെ തഫ്സീറുൽ മനാർ, പിന്നെ മുഹമ്മദ് അബ്ദു തുടങ്ങിയവരൊക്കെ എന്താണ് അറബിയിൽ ഇഷ്ടംപോലെ തഫ്സീറുകൾ എഴുതിയിരിക്കണം. പിന്നെ നമ്മൾ വേറൊന്ന് ഇതിൽ കാണുന്ന ഈ ഉറുദു തർജുമാനുൽ ഖുർആൻ, ഉറുദുവിലുള്ള തർജുമാനുൽ ഖുർആൻ എഴുതിയത് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം ബ്രിട്ടീഷ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ ജയിലിൽ ഇരുന്ന് അദ്ദേഹം പലപ്പോഴായി എഴുതി. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിനത് പൂർത്തിയാക്കാൻ കഴിയാതെ അത് ബ്രിട്ടീഷുകാർ അത് എഴുതുന്നതിൻ്റെ ഇടയിൽ എടുക്കലും നിലക്ക് പ്രയാസപ്പെടുത്തലും അത് എഴുതി കഴിഞ്ഞതിൻ്റെ ഇടയിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പല നിലക്കും പ്രയാസപ്പെടുത്തലൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ ഒരു തഫ്സീർ പൂർത്തിയാക്കിയത്. പിന്നെ അടുത്തത് ഷാ വലിയുള്ള ദഹ്ലവി, ഈ ഇന്ത്യത്തെ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ ഭാഷയിൽ ഫത്തുഹുർ റഹ്മാൻ ഫി തർജമത്തിൽ ഖുർആൻ എന്ന ബുക്കുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ യൂസുഫ് അലിൻ്റെ ഖുർആൻ പരിഭാഷ. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ നമുക്കറിയാം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം. ഇതിൻ്റെ പഴയത് നമ്മളെ വീടുകളിലെ അൽമറകളിലൊക്കെ തന്നെ ഉണ്ടാവും. 4 വോളി ആയിട്ടുള്ളത് ഉണ്ടാവും, അതുപോലെ 8 വോളിയല്ല 8 വലിയ ബുക്കുകളായിട്ടുള്ളതും ഉണ്ടാവും, 4 വലിയ ബുക്കുകളായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. നമ്മുടെ അൽമറകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക, അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കുക, ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. നമ്മുടെ മലപ്പുറം വാണിയമ്പലം പ്രദേശത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ KM മൗലവി, അലവി മൗലവി, PK മൂസ മൗലവി തുടങ്ങിയവരൊക്കെ ഈ ഒരു ഖുർആൻ വിവരണം രചിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷയുണ്ട്. അതിൽ ജസ്റ്റ് സെൻറ്റൻസ് ആയത്തിൻ്റെ നേരെ ആ ആയത്തിൻ്റെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്നുള്ള നിലക്കാണ് അതിലുണ്ടാവുക. ഇതിലെന്നാൽ എപ്പോഴിറങ്ങി, എന്തിനിറങ്ങി, ഓരോ ആയത്തുകളും അതിൻ്റെ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് അമാനി മൗലവിൻ്റെ ഈ തഫ്സീർ ഉള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാള ഭാഷയിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ രചിച്ചത് കണ്ണൂർ സ്വദേശിയായ മായിൻകുട്ടി ഇളയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുർആനിൽ ഒരു ഖുർആൻ പരിഭാഷ ആദ്യമായി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് നമ്മുടെ ക്ലാസ്സിൻ്റെ ചെറിയൊരു ഭാഗം, നമ്മളെ ചരിത്രം ടെക്സ്റ്റ് ബുക്ക് ചുരുക്കി പറഞ്ഞതാണ്. പല ഭാഗങ്ങളും മിസ്സായേക്കാം. അപ്പോൾ ആ ഒരു നിലക്ക് ഒരു അവസാനത്തെ ഒരു സാധനം എന്നുള്ള നിലക്ക് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ.
അല്ലാതെ ഒരു പൂർണ്ണ പഠനത്തിന് ഇത് ഉപയോഗിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചതിന് ശേഷം അവസാനം ഒരു കേൾവിക്ക് മാത്രമേ ഇത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഖ്തതിം കലാമി ഹാദിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.